നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തൊക്കെയായാലും ശരി, ആ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ആരെയും ചെയ്യാൻ അനുവദിക്കില്ല. അച്ഛന്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാവും, ബാക്കിയുള്ളവരുടെ വിഷമം ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവും. അത് മനസ്സിലാക്കിയതുകൊണ്ടാ നിനക്ക് വേണ്ടി നീ പറയുന്ന പോലെ ഓരോന്ന് ചെയ്യുന്നത്. നന്ദേട്ട എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞതാ. അതിന്റെ പേരിൽ ഞങ്ങൾ വഴക്കിന്റെ വക്കോളം എത്തുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ അതേ അവസ്ഥ തന്നെയാ നന്ദേട്ടനും. സ്നേഹ അവന്റെ കൂടെ ഇറങ്ങി പോകുന്നു, ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുമ്പോ നന്ദേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവ ഇവിടെ വന്ന് സ്നേഹയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ അവളുടെ ഭാവി എന്താവും? ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാവില്ലേ അത്? ആ നാണക്കേട് ഈ കുടുംബത്തിന് വേണ്ട. സേതുമാധവന്റെ മകൾ ധനുഷിന്റെ കൂടെ ഇറങ്ങിപ്പോയ നാണക്കേടല്ല ഈ കുടുംബം ചുമക്കേണ്ടത്. സേതുമാധവന്റെ മരുമകൾ ധനുഷിന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന നാണക്കേടാ ഇവിടേക്ക് വന്നു കയറേണ്ടത്. അങ്ങനൊരു നാണക്കേടുണ്ടാകുന്നതിന് മുമ്പ് സ്നേഹയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നോട് അവൾക്ക് ദേഷ്യമായിരിക്കും, എങ്കിലും സാരമില്ല, ഞാൻ അവളോട് പോയി സംസാരിക്കാൻ പോവാ. സച്ചേട്ടൻ വരണ്ട. അവളെന്നോട് ഏത് രീതിയിൽ പെരുമാറുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ സ്നേഹം ഒന്ന് കാണട്ടെ. ഇതാര്? ഈ വീട്ടിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ? എന്താ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞെട്ടണ്ട, ഇത്രയൊക്കെ ഞെട്ടാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ജീവനോടെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് വേണം നിങ്ങൾ ഞെട്ടാൻ. എനിക്ക് നിങ്ങളായിട്ടുണ്ടാക്കി തന്ന ഈ അവസ്ഥയിൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നേ കെട്ടി തൂങ്ങിയേനെ. ദേ, ഇതില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോ സംഭവിച്ചാനെ. നിങ്ങൾ എന്നെ ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നത് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണല്ലേ? ശല്യം. സ്നേഹ, ഇങ്ങോട്ടാ. സച്ചേട്ടാ, ഇതാരാ? സച്ചേട്ടാ, അങ്ങോട്ട് വീട്. സ്നേഹ, ഇങ്ങോട്ടോ. എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ ചെയ്യുന്നത്? വല്ല ബോധമുണ്ടോ നിനക്ക്? വീട് വീട് നോക്ക്. ഇത് കണ്ടോ? എന്ത് കണ്ടോന്ന്? അങ്ങനെ എന്തെങ്കിലും കണ്ടാ തന്നെ ഈ വീട്ടിലെ ഓരോരുത്തരും അതിന് കാരണക്കാര്. മോളെ സ്നേഹ, നീ നീ എന്ത് ഭ്രാന്തൊക്കെയാ കാണിക്കുന്നേ? അതെ, സ്നേഹിക്ക് ഭ്രാന്ത. അതിന് ഏറ്റവും വലിയ കാരണക്കാരി ദേ ഈ നിൽക്കുന്ന എന്റെ ഏട്ടത്തിയ. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ എന്റെ നന്ദേട്ടനും ഈ നിൽക്കുന്ന എന്റെ അച്ഛനും കൂടെ വിവാഹം കഴിപ്പിച്ചു തരാന്ന് തീരുമാനിച്ചപ്പോ മുതൽ തുടങ്ങിയതാ ഇവർക്ക് അസുഖം. എന്താ അസുഖം എന്നറിയോ? എന്റെയും ധനുഷിന്റെയും വിവാഹം മുടക്കാനുള്ള അസുഖം. ഈ അസുഖം അവർക്ക് നേരത്തെ തുടങ്ങിയതാ. ആ, ദേ നിൽക്കുന്നു അതിന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. എന്തൊക്കെയോ കള്ളം പറഞ്ഞും ചെയ്തും എന്റെ ധനുഷിനെ ജയിലിലാക്കി. എന്നിട്ടിപ്പം ഈ രാത്രി എന്നെ തിരക്കി ഇവരിവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ?
മനസ്സിലായി. നാളെ എന്റെ ധനുഷിന് ജാമ്യം കിട്ടുന്ന ദിവസമാ. ഒരിക്കലും എന്നോട് അവനെ കാണാൻ പോവരുതെന്നും പറഞ്ഞ് ഇവർക്ക് ഉപദേശിക്കണം. അല്ലെങ്കിൽ എന്നൊന്ന് പൂട്ടിയിടണം. അതല്ലേ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? സ്നേഹ, നീ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയരുത്. ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ഭാര്യയെ പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സച്ചേട്ടൻ എന്താ ഇതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാത്തെന്ന്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ സംസാരിക്കും. ഇങ്ങനെ മദ്യപിക്കാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം? അങ്ങനെ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ആണോ? പരിഹരിച്ച് തരുമോ? എങ്കിൽ നാളെ എന്റെ ധനുഷ് ജയിലിൽ നിന്ന് വരുന്നുണ്ട്. എനിക്ക് അവനെ വിവാഹം കഴിച്ചതാ. താ താ താ. എന്താ പ്രശ്നം പരിഹരിക്കുന്നില്ലേ? ഈ പ്രശ്നത്തിനാകെയുള്ള പരിഹാരമാ ഞാൻ ഇപ്പൊ പറഞ്ഞു. എന്താ എന്താ ഇവിടെ? ഒന്നുമില്ല നന്ദേട്ടാ. ഞാൻ ഇത്തിരി സമാധാനത്തോടെ ഇരിക്കുന്നത് എന്റെ ഏട്ടത്തിക്ക് ഇഷ്ടായില്ല. അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വന്ന് ശല്യപ്പെടുത്തി എന്റെ സമാധാനം കളയുക. അച്ഛ മുറിയിലേക്ക് ചെല്ലേ. ഇത് ഞാൻ പരിഹരിച്ചോളാം. പ്ലീസ് അച്ഛ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എല്ലാത്തിനും പരിഹാരം ഞാൻ കാണാന്ന്. പിന്നെന്തിനാ നീ വീണ്ടും ഇത് ആവർത്തിക്കുന്നത്? ആരാ നിനക്കൊക്കെ വാങ്ങി തരുന്നത്? കണ്ടോ നമ്മുടെ അച്ഛന്റെ അവസ്ഥ? എന്തൊക്കെയായാലും ശരി, ആ മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ആരെയും ചെയ്യാൻ അനുവദിക്കില്ല. അച്ഛന്റെ വിഷമം എല്ലാവർക്കും മനസ്സിലാവും. ബാക്കിയുള്ളവരുടെ വിഷമം ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവും. അത് മനസ്സിലാക്കിയതുകൊണ്ടാ നിനക്ക് വേണ്ടി നീ പറയുന്ന പോലെ ഓരോന്ന് ചെയ്യുന്നത്. അതിനിടയ്ക്ക് നീ ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ എന്തുണ്ടാക്കിയെന്നോ? ഇവരെ ഇങ്ങോട്ട് വന്ന് അർച്ചനയ്ക്ക് എന്താ നിന്നോട് സംസാരിച്ചൂടെ? വേണ്ട, അതെനിക്കിഷ്ടമല്ല. ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചോളാം. അതിനിടയിലേക്ക് ഇവര് വരുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങളുള്ളിൽ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.